Good morning. Hello. Good morning. Aruli. Okay. Good morning. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. സൂപ്പർ ആണല്ലേ? ഇവിടെ സൂപ്പർ മഴയാണ്. തണുത്ത് വരച്ച് അല്ലെ? ഫാനൊന്നും ഇല്ലാതെ മിസ്സിരിക്കുന്നത്. ഭയങ്കര തണുത്ത്. എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ? ഓക്കെ ഓക്കെ. മഴയുടെ തണുപ്പല്ലേ? ഓക്കെ. ഉറങ്ങാൻ തോന്നുന്നുണ്ടോ? കാറ്റുണ്ടല്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ആണ് അല്ലെ? 6 സ്റ്റെപ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഏതൊക്കെയായിരുന്നു 6 സ്റ്റെപ്പ്? ഏതൊക്കെയായിരുന്നു? ആര് പറയും? ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആരെ പറയും 6 സ്റ്റെപ്പ്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? പേജ് നമ്പർ 80. ആരാ പറയാ 6 സ്റ്റെപ്പ്? ആരെങ്കിലും? ആൽവിൻ? സാദിയ? Generational concept, screening, business analysis, product development, test marketing, commercialization. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ അതിനുള്ള സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Steps involved in marketing a new hospital. Hospital marketing എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. Hospital marketing functions has been broadly adopted as a way to learn about markets, attract sufficient resource, involve appropriate services, and communicate the availability of such goods to those who may be able to buy such services. ഹോസ്പിറ്റൽ മാർക്കറ്റ് നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലില് എന്താണ് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവര് നമ്മള് ഐയുടെ കണ്ണാശുപത്രിയുടെ ഒക്കെ ആഡുകൾ നമ്മൾ കാണാറില്ലേ? അവരിപ്പോ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവര് ആഡുകൾ ഇറക്കാറുണ്ട് ഇല്ലേ? നമ്മള് ഐഡിയ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. കണ്ണാശുപത്രിയുടെ ഒക്കെ അല്ലെ? പുതിയൊരു ടെക്നോളജി ആണെങ്കിൽ ഇതാണ് ബെനിഫിറ്റ്, ഇതാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊരു ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതിനെ നമ്മൾ ആഡ് അല്ലെ ജനങ്ങളിലേക്ക് അത് എത്തിക്കണം. ആഡ് വഴിയാണ് ഇത് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആണെങ്കിലും ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നാല് അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആഡ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? നമ്മളെ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഹാസ് ബീൻ ബ്രോഡ്ലി അഡോപ്റ്റഡ് as a way to learn about marketing. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മാർക്കറ്റിൽ അത്
മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം അല്ലെ. മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സെയിൽ ആയിട്ട് പോവോ, സെയിൽ ചെയ്ത് പോവോ, പ്രോഫിറ്റ് ഉണ്ടാവോ എന്ന് നമ്മൾ മാർക്കറ്റില് അത് നോക്കി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ. മാർക്കറ്റിൽ നമ്മളത് ഇറക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. ഇനി എന്താണ് അട്രാക്ട് സഫീഷ്യന്റ് റിസോഴ്സ്. എന്താണ് സഫീഷ്യന്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാല്? ആരായിരിക്കും ഹോസ്പിറ്റലിലെ സഫീഷ്യന്റ് റിസോഴ്സസ്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആരായിരിക്കും സഫീഷ്യന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ ടെക്നോളജി വരികയാണെങ്കിൽ നമ്മള് മറ്റു ഹോസ്പിറ്റലുകളിൽ ഉണ്ടോ? പേഷ്യൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. സഫീഷ്യന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സഫീഷ്യന്റ് റിസോഴ്സസ് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. അവരെ നമ്മൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കണം. എങ്ങനെയെല്ലാം അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞതാണല്ലോ നമ്മള്. എങ്ങനെയെല്ലാം അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? എങ്ങനെയാ പറ്റാം? ഒരു ഹോസ്പിറ്റലില് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ക്യാമ്പുകൾ നടത്താം. അതുപോലെ തന്നെ എന്താണ്, പല പല ആഡ്സുകൾ കൊടുക്കാം അല്ലെ. സോഷ്യൽ മീഡിയ അല്ലെ, അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവോൾവ് appropriate service and communicate the availability of such goods to those who may be able to buy such services. ഈ നമ്മള് കൊണ്ടുവന്നു അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യിപ്പിച്ചു? പല ആഡുകളിലൂടെ അവരെ അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന സർവീസുകൾ, ഇന്ന ഫെസിലിറ്റീസുകൾ, ഇന്ന ബെനഫിറ്റ്സുകൾ ഹോസ്പിറ്റലിനുണ്ടെന്ന് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ടു ലേൺ അബൌട്ട് ദി മാർക്കറ്റ്, അതാണ് ഫസ്റ്റ് ഫങ്ഷൻ ആണ്. ടു ലേൺ അബൌട്ട് ദി മാർക്കറ്റ്, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അട്രാക്ട് സഫീഷ്യന്റ് റിസോഴ്സസ് അല്ലെ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സഫീഷ്യന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് ആണ്. അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. ഇനി ഇൻവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. ഇനി അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. ഇന്ന ബെനഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന ടെക്നോളജി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ അറിയിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അവരെ നമ്മുടെ ഈ ടെക്നോളജിയിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവർ അട്രാക്ട് ആവുള്ളൂ. മനസ്സിലായോ? ഇത്തരം ഫങ്ഷൻസ് ആണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നോക്കിയേ, മാർക്കറ്റിംഗ് പ്ലാൻസ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഓക്കെ, മാർക്കറ്റിംഗ് പ്ലാനിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്പുകളാണ് കേട്ടോ. സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം മിസ്, ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒരു 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൺസിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഇത്ര വരെയാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് പോയിന്റ് ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അപ്പൊ 1 നമ്പർ കൊടുത്തിട്ട് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഇത്ര വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഇനി മൂന്നാമത്തെ എലമെന്റ് ആണ് അനലൈസ് റിസർച്ച്. നാലാമത്തെ പോയിന്റ് ആണ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്.
ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ടെക്സ്റ്റിൽ പോയിന്റ് വൈസ് ആണോ ഇങ്ങനെ കൺസിസ്റ്റഡ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. പോയിന്റ് ആയിട്ടാണ് അല്ലെ? 7 പോയിന്റ് ആണ്. അപ്പോ സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, അനലൈസ് റിസർച്ച്, ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. അങ്ങനെ 7 എലമെന്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്ലാൻസിൽ ഉള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, എ ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിംസ് to achieve over the next 80 to 24 months. Set truthful and measurable aims to achieve over in next 18 to 24 months. നമ്മള് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു എയിം ഉണ്ടാവും അല്ലെ? എയിം ഉണ്ടാവും. ഏതൊരു ഓർഗനൈസേഷനും എന്തുണ്ടാവും? ഒരു എയിം ഉണ്ടാവും അല്ലെ? ഒരു ലക്ഷ്യം ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, സത്യസന്ധവും അതുപോലെ തന്നെ മെഷറബിൾ, അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ട്രൂത്ത്ഫുൾ എന്താണ്? സത്യസന്ധമായതും അതുപോലെ തന്നെ മെഷറബിൾ, അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം, എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? അതുപോലെ തന്നെ ഹോസ്പിറ്റലില് ഒരു ന്യൂ സർവീസ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ എന്താണ് ഒരു ലക്ഷ്യം അല്ലെ? ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജി പുതിയതായിട്ട് നമ്മൾ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയായിരിക്കണം? 18 to 24 monthസിനുള്ളിൽ സെറ്റ് ചെയ്യണം അതിന്റെ ഗോള്. മനസ്സിലായോ? 2 വർഷത്തിനുള്ളിൽ അത് പ്രാബല്യത്തിൽ വരാൻ രീതിയിൽ ഉള്ള എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഒരു ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം, 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്ക രീതിയിലുള്ള ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഡ്യൂ ടു ദ സ്വിഫ്റ്റ് ചേഞ്ച് ഹാപ്പനിങ് in healthcare environment, we do not suggest planning specific activities more than 2 years in advance. നമുക്കറിയാം ഈ ഹെൽത്ത് കെയർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഡ്വാൻസ് അല്ലെ? പല അഡ്വാൻസ് രീതികളും വരുന്നുണ്ട്. ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തിനുള്ളിൽ തന്നെ അത് പ്രാബല്യത്തിൽ വരാൻ തക്കതായിട്ടുള്ള നമ്മള് മെഷർമെന്റ്സുകൾ അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം 2 വർഷം കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലക്ഷ്യം നമുക്ക് പ്രാബല്യത്തിൽ വരാൻ പറ്റുകയാണെങ്കിൽ എന്താണ്? 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് അഡ്വാൻസ് രീതിയിലേക്ക് പോകും, കൂടുതലായിട്ട് ചേഞ്ചുകൾ വരാം അല്ലെ? ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള ടെക്നോളജി വരുമ്പോൾ അതിന് കുറെ ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട്. 2 വർഷമാണെങ്കിൽ ചേഞ്ചുകൾ അത്രയ്ക്ക് വരുന്നില്ല. 2 വർഷത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരാം, ചേഞ്ചസ് വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പുതിയ ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയ ചേഞ്ചസുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ അത് സെറ്റ് ചെയ്തുകൊള്ളണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത് കേട്ടോ. 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ വരണം. 2 വർഷത്തിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ചേഞ്ചസുകൾ വരാം. നമുക്കറിയാം ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് 2 വർഷത്തിനുള്ളിൽ തന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിലും പല ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റലുകളിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ടുള്ള ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സർവീസുകൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അത് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്ക രീതിയിലുള്ള എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കാം. Expand the number of new patients seen in the practice by 5% within first 6 months and 10% by the end of the first year. Expand your gross revenue by 30% within 24 months. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, നമ്മളൊരു ടെക്നോളജി പുതിയതായിട്ട് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, അത് വെച്ച് നോക്കണം കേട്ടോ. നമ്മളൊരു പുതിയതായിട്ടുള്ള ടെക്നോളജി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 6th മന്തിനുള്ളിൽ 5% പേഷ്യൻസ് അവിടെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. മനസ്സിലായോ? ഫസ്റ്റ് 6 മന്തിനുള്ളിൽ 5% പേഷ്യന്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കണം. ഇനി എന്താണ്? ലാസ്റ്റ് ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേനും 10% പേഷ്യൻസ് അവിടെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. ഇനി 24 മന്ത് 2 വർഷത്തിനുള്ളിൽ 30% എങ്കിലും എക്സ്പാൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം വരാം? പേഷ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാം? ഹോസ്പിറ്റലുകൾക്ക് എന്താ സംഭവിക്കുക? എന്താണ് അഡ്വാൻറ്റേജ് ഹോസ്പിറ്റലുകൾക്ക്? എന്തുണ്ടാവും? വരുമാനം കൂടോ കുറയോ? പ്രോഫിറ്റ് ഉണ്ടാവോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവോ? ഇൻക്രീസ് അല്ലേ? പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടല്ലേ? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും ഇല്ലേ? ലോസ് ഉണ്ടാവാതെ പ്രോഫിറ്റിലേക്ക് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റല് നല്ല രീതിയിൽ ഒരു എന്താ നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽ ആയിട്ട് മാറും അല്ലെ? പുതിയതായിട്ടുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 6th മന്തിനുള്ളിൽ 5% പേഷ്യൻസ് വർദ്ധിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റില് എത്ര പെർസെന്റേജ് ആണ്? 10% പേഷ്യൻസ് വർദ്ധിക്കുന്നുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30% പേഷ്യൻസ് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് എന്താ സംഭവിക്കാം? പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കൂടുതൽ അത് നല്ല രീതിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഒന്നായിട്ട് മാറും അല്ലെ? ആണോ? ഓക്കെ, മനസ്സിലായോ? അപ്പോ ലക്ഷ്യം സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് അല്ലെ? നമ്മളിപ്പോ ഏതൊരു സേവനം തുടങ്ങുന്ന സമയത്ത് അല്ലെ ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മൾ നടത്തണം അല്ലെ? ഇല്ലേ? നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ആ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കോ, നമ്മുടെ പ്രൊഡക്റ്റിന് ചെലവുണ്ടാകുമോ എന്ന് നമ്മളൊന്ന് നോക്കും. എന്നിട്ടാണ് മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകൾക്കായാലും എന്ത് ചെയ്യണം? നമ്മളൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സർവീസ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? ആദ്യം മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്താണെന്ന് നോക്കാം കേട്ടോ. മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമൈനിങ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. മാർക്കറ്റ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് ചോദിക്കാറുണ്ട്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് examining data and information. മാർക്കറ്റ് റിസർച്ച് എന്താണ്? ആദ്യം പേഷ്യന്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക അല്ലെ? സിസ്റ്റമാറ്റിക്കലി കളക്ടിങ് എന്താണ്? പേഷ്യൻസിൽ നിന്നും ഡാറ്റകൾ കളക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡിങ്, അത് റെക്കോർഡ് ചെയ്ത് വെച്ച് എക്സാമൈനിങ് ഡാറ്റ അല്ലെ? എക്സാമൈനിങ് നിരീക്ഷണങ്ങൾ നടത്തി അത് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്നു. അതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് പേഷ്യൻസിൽ നിന്ന്
ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഡാറ്റകൾ കളക്ട് ചെയ്ത് റെക്കോർഡിംഗ് ചെയ്ത് നിരീക്ഷണങ്ങൾ എക്സാമിനേഷൻ നടത്തി ഒരു ഫൈനൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്നതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, എബൌട്ട് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ അവിടെ ഒരു കോമ ഇല്ലേ നിങ്ങളുടെ PDF-ല്? കൺസ്യൂമേഴ്സ്, കോമ്പറ്റിറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിനി ഈ 3 പേരെയും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. എന്താണ്, കോമ്പറ്റിറ്റേഴ്സിനായാലും നമ്മളോട് മത്സരിച്ച് നിൽക്കാനായിട്ട് വേറെ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ, അവരെ നമ്മൾ നോക്കാം. കോമ്പറ്റിറ്റേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ നോക്കണം. അതുപോലെ മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് which portion of the population will buy a product or service based on variables such as age, gender, location and income level. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ ഏതൊരു ടെക്നോളജി, ഏതൊരു സർവീസ് നമ്മള് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോ ആദ്യമായിട്ട് എന്ത് ചെയ്യാം? ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെ അല്ലെ നമ്മൾ എന്ത് ചെയ്യും? നോക്കാറുണ്ട്. ഒരു ഫേസ് ക്രീം ആണെങ്കിൽ നമ്മൾ ആരും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്നത്? വുമൻസിനെ, തീർച്ചയായിട്ടും ലേഡീസിനെ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മള് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോ നമ്മള് ആളുകളുടെ ഏജ്, ഏത് തരത്തിലുള്ള ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നുള്ളത് നോക്കണം. ഏജ് നോക്കണം, ജെൻഡർ നോക്കണം, ലൊക്കേഷൻ നോക്കണം, അതുപോലെ ഇൻകം ലെവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. 2 തരത്തിലുള്ള മാർക്കറ്റ് റിസർച്ച് ഉണ്ട്. പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ച്? കൺസിസ്റ്റ് ഓഫ്, ഏതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്? ലൈക്ക് സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ. ഇത്തരം കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടത്. സർവേ നടത്താം, അതുപോലെ തന്നെ ഫീൽഡ് ടെസ്റ്റ്, ഓരോ നമ്മള് ഫീൽഡിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് നടത്താം. അതുപോലെ തന്നെ ഇന്റർവ്യൂ അല്ലെ, പല പേഷ്യൻസുമായിട്ട് ഇന്റർവ്യൂ നടത്തി അവരെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ച്. ഇനി എന്താണ് സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് അല്ലെ? സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ഒരു സാമ്പിൾ അല്ലെ, ഷാമ്പൂവിന്റെ ചെറിയ സാമ്പിൾ ആദ്യം ഇറക്കി തുടങ്ങും. എന്നിട്ട് അത് അവര് അട്രാക്റ്റീവ് ആണ്, അത് അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാല് കമ്പനീസ് എന്ത് ചെയ്യും? വലിയ കമേഴ്സ്യലൈസേഷൻ തുടങ്ങും അല്ലെ. വലിയ ബിഗ് ആയിട്ടുള്ള ബോട്ടിലാക്കി ഇറക്കാനായിട്ട് തുടങ്ങും. ആദ്യം എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തുക അല്ലെ. അത് തന്നെയാണ് സെക്കൻഡറി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 2 തരത്തിലുള്ള മാർക്കറ്റ് റിസർച്ച് ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. സർവേ ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. അതുപോലെ സെക്കൻഡറി മാർക്കറ്റിൽ ഉള്ളത് ഏതാണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചോക്കി. ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എടുത്തത് മുതൽ ഇത്ര വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആദ്യം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പറക്കുകയാണെങ്കിൽ ഞാനൊരു പ്രൊഡ്യൂസർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഗോൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു ഗോൾ ഉണ്ട്, ഒരു പുതിയതായിട്ടുള്ള സർവീസ് തുടങ്ങാൻ പോകുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഗോള് സെറ്റ് ചെയ്യും. ആ ഗോള് സെറ്റ് ചെയ്യുന്നത് 2 വർഷത്തില് പ്രാബല്യത്തിൽ വരാൻ രീതിയിൽ, ആ ടെക്നോളജി പ്രാബല്യത്തിൽ വരാൻ രീതിയിലുള്ള ഗോളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഹെൽത്ത് കെയർ സിസ്റ്റത്തില് പുതിയ പുതിയ ചേഞ്ചസുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ 2 വർഷത്തിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ, ആ ടെക്നോളജി ആയാലും സർവീസ് ആയാലും പുതിയതായിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരുമ്പോൾ അത് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ രീതിയിലുള്ള ഗോളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് ആണെങ്കിലോ ചേഞ്ചസ് വരികയാണല്ലേ, ഇപ്പൊ പുതിയ പുതിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ വരാൻ രീതിയിൽ, പ്രാബല്യത്തിൽ വരാൻ രീതിയിലുള്ള ഗോള് സെറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെയാണോ ഐവിൻ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അനലൈസ് ദ റിസർച്ച്. കണ്ടക്ട് മാർക്ക് റിസർച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എലമെന്റ് ആണ് അനലൈസ് ദ മാർക്കറ്റ്, അനലൈസ് ദ റിസർച്ച്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. എക്സാമൈനിങ് raw data we gather and read it into meaningful findings that will be the basis for deciding which marketing strategy make the most sense and will get the best result for your future. എന്താണ്, നമ്മളൊരു മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കണ്ടെത്തിയ ഇൻഫർമേഷൻസ് നമ്മൾ നിരീക്ഷിച്ചു അല്ലെ, എക്സാമിൻ ചെയ്യുന്നു. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് നമുക്കറിയാം, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എന്താണ്, ഡിഫറെന്റ് ആണല്ലേ. അപ്പൊ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതെല്ലാം മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം മനസ്സിലാക്കി
നമ്മൾ ലാസ്റ്റ് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തും. ഓക്കെ, ഫൈൻഡിങ്സിലേക്ക് എത്തുന്നു. ആ ഫൈൻഡിങ്സിലേക്ക് എത്തി ആ ഫൈൻഡിങ്സ് നമ്മൾ യൂസ് ചെയ്ത് കൊണ്ട് ഏത് മാർക്കറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് ഫൈൻഡിങ്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓർമ്മയുണ്ടോ? 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടില്ലേ നമ്മള്? ഏതൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? 4 P's. പ്രൈസ്, പ്രൊഡക്റ്റ്, പ്രമോഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ആ സ്ട്രാറ്റജീസിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എന്താണ് ഈ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി സക്സസ് ആകുന്നത് എന്ന് നമ്മൾ നോക്കും. ക്ലിയർ ആയോ? ഹോസ്പിറ്റലാണെങ്കിൽ പുതിയ സർവീസസ് ആയിരിക്കാം, പുതിയ ടെക്നോളജി ആയിരിക്കാം അല്ലെ. അപ്പൊ പലരിൽ നിന്നും മാർക്കറ്റ് റിസർച്ചിൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടി. ആ ഫൈൻഡിങ്സ് നമ്മൾ ഒരു ഫൈൻഡിങ്സിലേക്ക് ടോട്ടൽ ഒരു ഫൈൻഡിങ്സിലേക്ക് കണ്ടെത്തലുകളിലേക്ക് എത്തി. ആ ഫൈൻഡിങ്സ് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മൾ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവുക എന്ന് നമ്മൾ നോക്കുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് the researcher will identify the requirements and need of your current and potential patients and will have you explain your target audience. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ മാർക്കറ്റ് റിസർച്ചിലൂടെ നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സർവീസ്, നമ്മുടെ ടെക്നോളജി ഏറ്റവും ഉപകരിക്കുന്നത് ഏത് ലെവലിലുള്ള ടാർഗറ്റ് ഓഡിയൻസ് ആണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. This is also the right time to look back at the goal yours chosen. ഇനി നമ്മൾ നോക്കുന്നുണ്ട് ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ കണ്ടെത്തി. അപ്പൊ നമ്മൾ നോക്കുകയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ, കറക്റ്റ് ആണോ നമ്മൾ സെറ്റ് ചെയ്ത ഗോള് എന്നുള്ളതാണ് ഈ കണ്ടെത്തലുകൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഈ ഗോള് സെറ്റ് ചെയ്തത് ശരിയാണോ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബേസ്ഡ് ഓൺ യുവർ റിസർച്ച് ഫൈൻഡിങ്സ് യു മേ നീഡ് ടു ചേഞ്ച് സം ഓഫ് യുവർ ഗോൾസ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നമ്മുടെ ഗോളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി, നമ്മൾ സെറ്റ് ചെയ്ത ഗോള് കറക്റ്റ് ആണോ നോക്കി. കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, തുടർന്ന് നമുക്ക് മുമ്പോട്ട് പോകാം അല്ലെ. ഇനി തെറ്റാണ്, ഇനി എന്തെങ്കിലും ഓഡിയൻസിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഗോളിലോട്ട് തിരിഞ്ഞു നോക്കി. തെറ്റാണെങ്കിൽ ആ ഗോളൊന്ന് ഇത് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റിൽ നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ്. What are the similarity and dissimilarity between your practice and your competitors? നമ്മുടെ എതിരാളികൾ അല്ലെ, കോമ്പറ്റീറ്റേഴ്സും അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്, ഡിസിമിലാരിറ്റി എന്താണ്? ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തത്. സിമിലാരിറ്റി എന്താണ്, അതുപോലെ തന്നെ ഡിസിമിലാരിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനി what make your practice from your competitors? നമ്മളെ ആ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന്, അവരിൽ നിന്ന് എന്തൊക്കെ കാര്യത്തിലാണ് വ്യത്യസ്തരാക്കുന്നത്? ഓക്കെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മളുമായിട്ട് നോക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മളെ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവരുമായിട്ട് നോക്കുമ്പോൾ വ്യത്യസ്തരാക്കുന്നത്? ഇനി എന്താണ്? ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസൈറബിൾ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ്? ഇനി അവര് നൽകുന്നതിനേക്കാളും നല്ല രീതിയിലാണോ നമ്മൾ സർവീസ് കൊടുക്കുന്നത്? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സർവീസ് കൊടുക്കുന്നത് നല്ല രീതിയിലാണോ? ഇനി എന്താണ് പറയുന്നത്? Is there is a service you provide that no else in the community presently offers? ഇനി അവരെക്കാട്ടിലും ആരും നൽകാത്ത രീതിയിൽ അവര് കൊടുക്കുന്നതിലും നല്ല രീതിയിൽ വേണം നമ്മള് സേവനം നൽകുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ എതിരാളികളുമായിട്ടുള്ള ഡിസിമിലാരിറ്റി ആൻഡ് സിമിലാരിറ്റി എന്താണ്, അതുപോലെ തന്നെ ഈ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്, ഇനി അവർ നൽകുന്ന സേവനങ്ങളെക്കാട്ടിൽ നല്ല രീതിയിൽ നമ്മുടെ സേവനങ്ങൾ നൽകുന്നുണ്ടോ, അതുപോലെ തന്നെ ഏറ്റവും അവര് നൽകുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല സർവീസ് ആണോ നമ്മൾ നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താം. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അത്. അപ്പോ റിസർച്ച് അനാലിസിസ്, റിസർച്ചിൽ പറയുന്നത് നമ്മൾ ഫൈൻഡിങ്സ്, മാർക്കറ്റ് റിസർച്ച് നടത്തി ഫൈൻഡിങ്സിലേക്ക് എത്തി. ആ ഫൈൻഡിങ്സ് വഴി ഫൈൻഡിങ്സും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 കാര്യങ്ങളിൽ 4 സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കോംപ്ലിക്കേഷൻ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ മിസ് പറഞ്ഞത്? ഓക്കെ, മാർക്കറ്റ് റിസർച്ച് നമ്മള് അനലൈസ് റിസർച്ചുമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മാർക്കറ്റ് റിസർച്ചിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് is the process of systematically collecting, recording and examining data and information. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് 2 തരത്തിലുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാനുള്ള പോയിന്റ്സ് ആണ് മിസ് പറയുന്നത് കേട്ടോ. പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ. സെക്കൻഡറി മാർക്കറ്റിൽ ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ് വരുന്നത്. ഇനി അനാലിസിസ് ഓഫ് റിസൾട്ട്സിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മറ്റുള്ളതൊന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. എക്സാമിനിങ് ദ റോ data we gather and brief it into meaningful findings that will be basis for deciding with marketing strategies make the most sense and will get the best result for your practice. നമ്മളെ കണ്ടെത്തിയ മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കണ്ടെത്തിയ ഫൈൻഡിങ്സും അതുപോലെ തന്നെ ആ സ്ട്രാറ്റജീസും ഉൾപ്പെടുത്തിയിട്ട് ഏത് സ്ട്രാറ്റജീസ് ചെയ്താലാണ്, നോക്കിയാലാണ്, സ്ട്രാറ്റജീസ് ഉൾപ്പെടുത്തിയാലാണ്, ഉപയോഗിച്ചാലാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സക്സസ് ആവാ എന്നുള്ളതാണ് നമ്മുടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തുപറ്റി? റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാവരും മഴയായതുകൊണ്ടാണോ? ഡിലേ വരുന്നുണ്ടോ മിസ് പറയുന്നതില്? ഓഡിയബിൾ ആണോ? കറക്റ്റ് ആണോ കേൾക്കുന്നത്? ശ്രീലക്ഷ്മി മാൽവിന് മാത്രമുള്ള? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. Identify target audience. Target audience might consist of patients for a certain age, gender, location, prior type or patient with certain clinical requirements. നമുക്കറിയാം അല്ലെ, ടാർഗറ്റ് ഓഡിയൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മള് എന്താണ്, ഇപ്പൊ ഒരു ഫേസ്, ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ക്രീം ആണെങ്കിൽ നമ്മൾ ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്? ലേഡീസിനെയാണോ അല്ലെ? അതുപോലെ തന്നെ ബോറ് പോലെയാണ് അല്ലെ? ശരിയാണ്, നമുക്ക് ശരി ബോറാണ്, കുഴപ്പമില്ല, പഠിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണേ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, 3rd ഉം 4th ഉം ഇത്തിരി എന്താണ് പറയാ, കൂടുതൽ പഠിക്കാനുണ്ട്, വായിച്ചാൽ മനസ്സിലാവില്ല, ബോറടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ അപ്പോ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പാരസെറ്റാമോളിന്റെ സിറപ്പ് ഇറക്കുന്നത് എങ്ങനെയാണ്? ആരെയും കുഞ്ഞുങ്ങളെ ആയിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്
ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതൊരു സർവീസ് ആയാലും ഹോസ്പിറ്റലുമായിട്ട് കൊടുക്കുന്ന പുതിയൊരു ടെക്നോളജി ആയാലും സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇത്രേ ഉള്ളൂ അതിനകത്ത് നോക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് സർട്ടൻ ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിന്റെയും ക്ലിനിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഇത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഇനി എക്സാമ്പിൾ നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എക്സാമ്പിൾ, ഇഫ് ദ വൺ ടു treat young athletes, we might consider giving takes on sports safety and first aid tips to coach and athletes at the local high schools, colleges, and YMCAs. Okay. Okay, ഞാൻ വായിച്ചതിൽ തെറ്റുണ്ടോ? ടോക്ക്. ഓക്കെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണേ, സോറി. അപ്പോ ടോക്ക് എന്താ പറയുന്നത്, ഇവിടെ പല സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിലായാലും അതുപോലെ പല പല കോളേജസ് ആയാലും എന്താണ് അത് ഈ അത്ലറ്റ്സ് ഉണ്ടാവും അല്ലെ, കായികത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആയിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ടാവും. അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അവർക്ക് കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോച്ചുമായിട്ട് നമ്മൾ സംസാരിച്ച് ഇടപഴകി ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും പല പല സർവീസുകളും അവർക്ക് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതിൽ പറയുന്നത് എന്താണ്, ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ഇറക്കുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് കൊടുക്കുന്ന ഒരു ടെക്നോളജി സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണോ കൂടുതൽ ഓപ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഇത്ര മാത്രം മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അതിനകത്ത് കേട്ടോ. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പാരസിറ്റമോളിന്റെ സിറപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നിൽ കാണുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കും കസ്റ്റമേഴ്സ്? കുഞ്ഞു കുട്ടികൾ അല്ലെ കുഞ്ഞി കുട്ടികളെയാണ് അല്ലെ. അപ്പൊ അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അല്ലെ. കുട്ടികള്, അതുപോലെ ഇപ്പോ എന്താണ് ഫേസ് ക്രീംസ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ ആരെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ നോക്കാം അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്? വുമൻസിനെയാണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്, അതാണത്. കിട്ടിയോ? മനസ്സിലായോ കൺസെപ്റ്റ് എന്താണെന്ന്? നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഇറക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കണ്ണു പരിശോധന, അപ്പൊ എന്തായിരിക്കും, ഒരു പ്രായമായവരായിരിക്കും അല്ലെ. പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആഡ്സുകൾ കാണുമ്പോൾ അവരാരെയായിരിക്കും, ഏത് കസ്റ്റമേഴ്സിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ഒരു മുതിർന്നവരുണ്ടെങ്കിൽ 50 വയസ്സ്, 50 തുടങ്ങി 60 വയസ്സ് പ്രായമായ ആളുകളെയാണ് അല്ലെ. ഒരു പ്രായമായവരെ ആയിരിക്കും കസ്റ്റമേഴ്സ് ആയിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നത്. കിട്ടിയോ? ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. മാർക്കറ്റ് റിസർച്ച്, അനലൈസ്, ഏതാണ് നമ്മൾക്ക്? അനലൈസ് ദ റിസർച്ച്, അതുപോലെ തന്നെ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. അത് ജസ്റ്റ് പഠിക്കാനൊന്നുമില്ല, അത് പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈ YMCA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് ഓർഗനൈസേഷൻസ് ആണ്. യൂത്ത് ഓർഗനൈസേഷൻസ്. ക്വസ്റ്റ്യനൊന്നും വന്ന് കണ്ടിട്ടില്ല കേട്ടോ അതിനകത്ത്.
നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ മിസ് എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. മാർക്കറ്റ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുത്തത്. അതിന്റെ 2 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. മാർക്കറ്റിംഗ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എന്താണ് ഡിഫറെന്റ് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 7 എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു 7 എലമെന്റ്സ്? Set your marketing goals, conduct a market research, analyze research, identify a budget. അതുപോലെ തന്നെ എന്താണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇത്രയും 7 എലമെന്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് അല്ലെ. 2 വർഷത്തിനുള്ളിൽ മാർക്കറ്റിംഗ് ഗോൾസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. പ്രാബല്യത്തിൽ വരാനുള്ള രീതിയിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ടെക്നോളജി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്കതായിട്ടുള്ള രീതിയിലായിട്ടുള്ളതായിരിക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്, ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുതിയ പുതിയ ചേഞ്ചസുകൾ വരുന്നുണ്ട് അല്ലെ. എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്ക രീതിയിലുള്ള ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. കിട്ടിയോ? ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാർക്കറ്റ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാർക്കറ്റ് റിസർച്ച് ഇസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി collecting, recording and examining data and information. നമ്മളിപ്പോ ഏതൊരു പ്രൊഡക്റ്റും പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഈ മാർക്കറ്റിൽ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം അല്ലെ. മാർക്കറ്റ് റിസർച്ച് നടത്തണം. അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് സക്സസ്ഫുൾ ആവോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയൊരു സർവീസോ കൊടുക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആദ്യം മാർക്കറ്റ് റിസർച്ച് കണക്ട് ചെയ്യണം. അപ്പൊ എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഒരു പ്രോസസ് ആണ് അല്ലെ. പ്രോസസ് എന്താണ്? പേഷ്യന്റിൽ നിന്ന് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വിലയിരുത്തി അല്ലെ എക്സാമിൻ ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് 2 രീതിയിലാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ വരുന്നുണ്ട്? സർവേ ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, ഒബ്സർവേഷൻ. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കാം, ഓർത്ത് വെക്കാം, ഇപ്പോഴേ തന്നെ പഠിച്ചു പോവാം. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ് ഉൾപ്പെടുന്നത് സെക്കൻഡറി മാർക്കറ്റിംഗ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി എന്താണ്? അനലൈസ് ദ റിസർച്ച്. അനലൈസ് ദ റിസർച്ചിൽ വരുന്നത് എക്സാമിനിങ് raw data we gather and read into meaningful findings that will be the basis of deciding which marketing strategies make the most sense and will get the best result for your practice. നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തി അതിനകത്ത് കുറച്ച് ഫൈൻഡിങ്സ് നമുക്ക് കിട്ടിയില്ലേ. ഫൈനൽ റിസൾട്ട് കണ്ടെത്തലുകൾ നമുക്ക് കണ്ടെത്തി, നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ നോക്കി അത് വിലയിരുത്തി എക്സാമിൻ ചെയ്ത് ഒരു ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് നമ്മൾ വന്നു. ആ ഫൈൻഡിങ്സും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. 4 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനകത്ത് ഏതിനെ വരണം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഏതാണ് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാം. അത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? അനലൈസ് ദ മാർക്കറ്റ്, അനലൈസ് ദ റിസർച്ച്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. എന്ത് ചെയ്യണം? നമ്മൾ മാർക്കറ്റിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുമ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കാണുന്ന ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ക്ലിയർ അല്ലേ? ഒരു ഫേസ് ക്രീം ആണെങ്കിൽ ആരായിരിക്കും? വുമൻസ് ആയിരിക്കും. അതുപോലെ പാരസെറ്റമോളിന്റെ സിറപ്പ് ആണെങ്കിൽ കുഞ്ഞു കുട്ടികളായിരിക്കും. ഓക്കെ,
അതുപോലെ ബോഡി സ്പ്രേ ഒക്കെ ആണെങ്കിൽ എന്താണ് എന്താണ് ആരായിരിക്കും? ബോയ്സ് ആയിരിക്കും അല്ലെ, ആൺകുട്ടികളെ ആയിരിക്കും ഇതിൽ കാണുന്നത് അല്ലെ, മെന്നിന്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആണോ ഈ 3 കാര്യങ്ങളും എന്ന് പറഞ്ഞത് എടുത്തത്? ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ പറയുന്നുണ്ട് തേർഡും ഫോർത്തും ഇത്തിരി ടഫാണ്, അപ്പൊ അങ്ങനെ എടുക്കുന്ന ഭാഗങ്ങൾ അന്നാമത് തന്നെ വായിച്ചിട്ട് പോവാം. വായിച്ചെങ്കിലും വെക്കാം കേട്ടോ, അല്ലെങ്കിൽ തലയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു.